ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് രഞ്ജിത്ത്. ബംഗാളി നടി ശ്രീലേഖ മെത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ച് രഞ്ജിത്ത്. രാജിക്കത്ത് സർക്കാരിന് കൈമാറി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. അദ്ദേഹം ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് എടുത്തു മാറ്റിയിരുന്നു. വയനാട്ടിൽ നിന്നും ഇന്നലെ കോഴിക്കോട്ടെ വസതിയിലേക്ക് മടങ്ങിയെത്തിയ രഞ്ജിത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് രാജിക്കത്ത് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചു. അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് കൈമാറി. യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി. നടി രേവതി സമ്പത്തിന്റെ ആരോപണങ്ങളിൽ പോലീസ് കേസെടുത്തേക്കുമെന്നാണ് സൂചന. സിനിമ മോഹിച്ചെത്തിയ യുവനടിയെ ചെറുപ്രായത്തിൽ പീഡിപ്പിച്ചെന്ന ആരോപണം അതീവ ഗുരുതരമാണെന്ന വിലയിരുത്തലിലാണ് കേസെടുക്കുമെന്ന സൂചനകൾ പുറത്തു വന്നത്. ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ വെളിപ്പെടുത്തലുകൾക്കും നിമിത്തമായത് ആ നടിയുടെ ഒറ്റയാൾ പോരാട്ടമാണെന്ന് സംവിധായികയും നടിയുമായ ഗീതു മോഹൻദാസ്. നമ്മൾ ഒരിക്കലും മറക്കരുത്, ഇതിനെല്ലാം തുടക്കമിട്ടത് ഒരു സ്ത്രീ പോരാടാൻ ഉറച്ചതോടെയാണ് എന്നാണ് ഗീതു ഫേസ്ബുക്കിൽ കുറിച്ചത്. കൊച്ചിയിൽ യുവനടി കാറിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഗീതു നടത്തിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ പരാതി അന്വേഷിക്കട്ടെ എന്ന് നടൻ മുകേഷ് ഇന്നലെ വ്യക്തമാക്കി. ആരോപണങ്ങൾ ഉയരുമ്പോൾ രാജിവെച്ചാൽ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും സ്ഥാനത്തിരിക്കുമോ എന്നും മുകേഷ് ചോദിച്ചിരുന്നു. രാജിവെക്കണോ എന്നത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസാക്ഷിയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സിനിമയിൽ പവർ ഗ്രൂപ്പ് നിലനിൽക്കില്ലെന്നും ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും മുകേഷ് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തിരുന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര നടത്തിയ ആരോപണത്തെ നേരിടുന്നത് ശരിയല്ലെന്നും രാജിവെച്ച് ആരോപണത്തെ നേരിടണമെന്നും സംവിധായകൻ ഭദ്രൻ ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. മന്ത്രി സജി ചെറിയാൻ അനാവശ്യമായി രഞ്ജിത്തിനെ സംരക്ഷിക്കുമെന്ന തോന്നലുണ്ടാകുമെന്നും ഭദ്രൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ താരസംഘടനയായ അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്ന് നടി ഉർവശി അഭിപ്രായപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉടൻ വിളിക്കണം, നിലപാട് വെച്ച് നീട്ടാൻ പറ്റില്ലെന്നും പഠിച്ചത് മതിയെന്നും ഉർവശി വ്യക്തമാക്കി. താൻ സ്ത്രീകൾക്കൊപ്പം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. സ്ത്രീകൾ തങ്ങളുടെ മാനവും ലജ്ജയും എല്ലാം മാറ്റിവെച്ച് കമ്മീഷന് മുൻപാകെ വന്ന് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണെന്നും അതിൽ നടപടി വേണമെന്നും ഉർവശി ആവശ്യപ്പെട്ടു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉയർത്തിയ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തൊഴിൽ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിശോധിക്കുമെന്നും എന്നാൽ തൊഴിൽ ലംഘനം ഉണ്ടായെന്ന് വെറുതെ പറഞ്ഞാൽ പോരെന്നും മന്ത്രി പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണം സത്യമോ അല്ലയോ എന്നറിയില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും നടി ശ്വേത മേനോൻ അഭിപ്രായപ്പെട്ടു. സിനിമയിലെ പവർ ഗ്രൂപ്പിൽ സ്ത്രീകൾ ഉണ്ടാകാമെന്നും കരാർ ഒപ്പിട്ട 9 സിനിമകൾ തനിക്ക് നഷ്ടമായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ഗുരുതരമായ ആരോപണങ്ങളിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പദവി രാജിവെച്ച് നിഷ്പക്ഷമായ അന്വേഷണം നേരിടണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്നലെ ആവശ്യപ്പെട്ടു. സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പെരുമാറിയെന്ന ആരോപണത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ട ബാധ്യത രഞ്ജിത്തിന് മാത്രമാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ഗുരുതരമായ ആരോപണം നേരിടുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ മഹത്വം ചൂണ്ടിക്കാട്ടി ന്യായീകരിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ യോഗ്യതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംവിധായകൻ രഞ്ജിത്തിനെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകാൻ ശ്രീലേഖ തയ്യാറാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിയതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്നും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവർ പറഞ്ഞിരുന്നു. വയനാടിന്റെ പുനർനിർമ്മാണത്തിനായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ. PF വായ്പയ്ക്ക് അപേക്ഷിക്കാനും തടസ്സമില്ല. എല്ലാ ജീവനക്കാരിൽ നിന്നും ശമ്പളം പിടിക്കുമെന്ന് അറിയിച്ച് IMGയും KSEBയും സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് വിവാദമായതോടെയാണ് വിശദീകരണവുമായി സർക്കാർ രംഗത്തെത്തിയത്. ആമയിഴഞ്ചാൻ തോട് റെയിൽവേ ടണൽ ശുചീകരണത്തിന് സംസ്ഥാന സർക്കാർ പണം മുടക്കും. ശുചീകരണത്തിനായി 63 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. റെയിൽവേയോട് പണം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തരാൻ തയ്യാറായിരുന്നില്ല. തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി തുടങ്ങിയെന്നും നഗരസഭ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു.
കണ്ണൂരിൽ നിപ്പ ആശങ്ക ഒഴിഞ്ഞു. രോഗലക്ഷണങ്ങളോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടുപേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചത്. വളാഞ്ചേരിയിലെ KSFE-യിലെ മുക്കുപണ്ട പണയം തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ കൂടി പിടിയിലായി. പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷരീഫ്, തിരുവേഗപ്പുറ സ്വദേശി കൊരക്കോട്ടിൽ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. കരാർ ജീവനക്കാരായ അപ്രൈസർ രാജനാണ് നേരത്തെ പിടിയിലായത്. തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരം കരമന, കൈമനം, ചിറമുക്ക് മേഖലകളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. 32 പേരെയാണ് തെരുവുനായ കടിച്ചത്. ഇവരെയെല്ലാം ഒരു നായ തന്നെയാണ് കടിച്ചതെന്നാണ് വിവരം. പരിക്കേറ്റവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. നേമം ശാന്തിവിള ആശുപത്രിയിലും 8 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ വീണ്ടും തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് മഴ ശക്തമായി തുടരുന്നതെന്ന് വ്യക്തമാവുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 28 വരെയുള്ള തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ ജാഗ്രതയുള്ളത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് സംസ്ഥാന BJP. അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJP ഭയപ്പാടിലായെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഒക്ടോബർ 1-ാം തീയതിക്ക് മുൻപും പിൻപും അവധി ദിനങ്ങൾ വരുന്നുണ്ടെന്നും ഇത് പോളിംഗ് ശതമാനത്തെ ബാധിച്ചേക്കുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് BJPയുടെ ഹരിയാന ഘടകം അധ്യക്ഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. UPS എന്ന പേരിൽ എല്ലാ ജീവനക്കാർക്കും മിനിമം പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പുതിയ പദ്ധതി. ജീവനക്കാർ 10% വിഹിതം നൽകണമെന്ന വ്യവസ്ഥ തുടരും. സർക്കാർ അടയ്ക്കുന്ന വിഹിതം 14-ൽ നിന്ന് 18.5 ഉയർത്താനും കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. 23 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പദ്ധതി പ്രയോജനപ്പെടുമെന്നും 2025 ഏപ്രിൽ 1 മുതൽ UPS നിലവിൽ വരുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ആർജിക്കർ ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ താൻ നിരപരാധിയാണെന്ന് അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയ്. കുറ്റമൊന്നും ചെയ്യാത്ത തന്റെ മേൽ കുറ്റകൃത്യം അടിച്ചേൽപ്പിക്കുകയാണെന്നും നുണപരിശോധനയിലൂടെ ഇക്കാര്യം തെളിയുമെന്നും നുണപരിശോധനയ്ക്ക് എന്തുകൊണ്ടാണ് സമ്മതം നൽകുന്നതെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറയവേ ഇയാൾ പറഞ്ഞു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം CBI ഏറ്റെടുത്തു. ഡോക്ടർ കൊല്ലപ്പെടുമ്പോൾ പ്രിൻസിപ്പലായിരുന്ന സന്ദീപ് ഘോഷിന്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളാണ് CBI അന്വേഷിക്കുക. കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് CBI ഏറ്റെടുത്തത്. പടിഞ്ഞാറൻ ജർമ്മനിയിലെ സൂലിംഗൻ നഗരത്തിൽ ലൈവ് ബാൻഡ് സംഗീത പരിപാടിക്കിടെ 3 പേരെ കുത്തി കൊലപ്പെടുത്തുകയും 8 പേരെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്. വെള്ളിയാഴ്ച രാത്രി 9:40-ന് സൂലിംഗൻ നഗരത്തിന്റെ 650-ാം വാർഷികാഘോഷത്തിനിടയിലാണ് അക്രമി കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തി വീഴ്ത്തിയത്. മിക്കവരുടെയും കഴുത്തിലാണ് കുത്തേറ്റതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ 8 പേരിൽ 5 പേരുടെ നില ഗുരുതരമാണ്.